5 വർഷത്തിനകം യമുന നദി ശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞ് കെജ്രിവാൾ രംഗത്തെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ഹരിയാന കടന്ന് ഡൽഹിയിലേക്ക് എത്തുമ്പോൾ യമുന നദിയുടെ അവസ്ഥ എന്തായിരുന്നു? ഏറ്റവും ഒടുവിൽ സ്വാതി മലിവാൾ എടുത്തത് മാലിന്യ കൂമ്പാരമായ ഡൽഹിയിലേക്ക് എത്തുമ്പോൾ മാലിന്യ കൂമ്പാരമായി കിടക്കുന്ന യമുനയിലെ ജലം ഒരു കുപ്പിയിൽ എടുത്തുകൊണ്ട് പ്രവർത്തകരിലേക്ക് എത്തുകയായിരുന്നു സ്വാതി മലിവാൾ ഏറ്റവും ഒടുവിൽ ചെയ്തത്. ഈ ചിത്രം ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്നുണ്ട് ഗൗതം. സ്വാതി മലിവാളിന്റെ ചിത്രം ഭഗവാൻ ശ്രീകൃഷ്ണനായി വന്ന് പഞ്ചാലിയെ രക്ഷയ്ക്കായി എത്തിയ ഭഗവാന്റെ ചിത്രം നൽകിയാണ് ഇപ്പോൾ സ്വാതി മലിവാൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ നേരിട്ടത്. ഗൗതം പറയൂ. ശ്യാമ, ഇപ്പോൾ ഡൽഹിയിൽ എല്ലായിടത്തും വലിയ ആഘോഷങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ചിത്രം ഉയർത്തിക്കൊണ്ട് ധർമ്മത്തിന്റെ പ്രതീകമായ ശ്രീകൃഷ്ണന്റെ ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ട് BJPയുടെ വിജയത്തെ ഒരർത്ഥത്തിൽ പരോക്ഷമായി ആഘോഷിക്കുകയാണ് ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ അംഗമായ സ്വാതി മലിവാൾ. ഒരു കാലത്ത് ആം ആദ്മി പാർട്ടിയുടെ നാവായി പ്രവർത്തിച്ച് അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി പ്രതിരോധങ്ങൾ തീർത്ത മലിവാൾ പിന്നീട് ആം ആദ്മി രാഷ്ട്രീയത്തിന്റെ അകത്ത് എന്താണ് നടക്കുന്നത് എന്നതിനെ പറ്റി വിശദീകരിച്ച് പുറം ലോകത്തേക്ക് എത്തുകയും കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ തന്നെ അപായപ്പെടുത്താൻ പോലും അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തി ശ്രമിക്കുന്നുവെന്ന് തുറന്നു പറഞ്ഞ അതിന്റെ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ടാണ് സ്വാതി മലിവാൾ ആം ആദ്മി പാർട്ടിക്കെതിരെ പടയൊരുക്കം തുടങ്ങിയത്. എന്തായാലും ധർമ്മത്തിന്റെ പ്രതീകമായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ട് എക്സിലിട്ടുകൊണ്ട് ഇപ്പോൾ കെജ്രിവാളിന് കനത്ത വിമർശനം സ്വാതി മലിവാൾ നൽകുകയാണ്. ഒപ്പം BJP ആസ്ഥാനത്തുൾപ്പെടെ നമ്മൾ കാണണം, BJPയുടെ പതാകയിൽ കാട്ടിൽ കൂടുതൽ ജയ് ശ്രീറാം എന്നെഴുതിയ ഭഗവത് പതാകയാണ് BJP പ്രവർത്തകർ അവിടെ ആഹ്ലാദത്തിനായി ഉപയോഗിക്കുന്നത് എന്നത് കൃത്യമായ സന്ദേശമാണ്. എത്ര കാർമേഘങ്ങൾ കൊണ്ട് മറച്ചു വെച്ചാലും ഒരു കാര്യവുമില്ല. തീർച്ചയായും സൂര്യഭഗവാനെ ഒളിപ്പിക്കാൻ സാധിക്കില്ല എന്ന കൃത്യമായ സന്ദേശം. ധർമ്മത്തിന് തന്നെയാണ് അന്തിമ വിജയം എന്നത് പറഞ്ഞു വെക്കുന്നു, കൃത്യമായ സന്ദേശം നൽകുന്നു. അല്ലേ ഗൗതം? തീർച്ചയായിട്ടും ശ്യാമയും ധർമ്മത്തിന്റെ പ്രതീകമായാണ് കാവി പതാകയെ കാണുന്നത്. സനാതന ധർമ്മത്തിന്റെ പ്രതീകമാണ് കാവി പതാക. BJP ആസ്ഥാനത്താണെങ്കിലും ഡൽഹിയിലെ BJPയുടെ ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ BJPയുടെ കൊടികളെക്കാൾ കൂടുതൽ നമ്മൾ ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളിൽ കാണുന്ന ഭഗവാൻ ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും ഒക്കെ ചിത്രങ്ങളടങ്ങുന്ന ഭഗവ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജയ് ശ്രീറാം വിളിച്ചുള്ള ആഘോഷമാണ് BJP നഗരമേഖലകളിൽ നടത്തുന്നത്. എന്തായാലും BJPയുടെ സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്നത് വലിയ ആഘോഷമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ആഘോഷ പരിപാടികൾ പൊതുനിരത്തിലേക്ക് ആരംഭിച്ചിരിക്കുന്നു. ഇനിയും ഏറ്റവും ശ്രദ്ധേയമാകുന്ന മറ്റു ചില കാര്യങ്ങൾ, BJPയുടെ സർക്കാർ വരുമെന്ന് 100% ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും മുഖ്യമന്ത്രി ആര് എന്ന് സംബന്ധിച്ചുള്ള ചർച്ചകളുണ്ട്. അതോടൊപ്പം വൈകുന്നേരം 7:30 ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ വിജയങ്ങളുടെയും ശില്പിയായ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ലോക നേതാവ് നരേന്ദ്രമോദി അദ്ദേഹം ദീൻദയാൽ മാർഗിലെ BJP ആസ്ഥാനത്തേക്ക് എത്തുകയാണ്. വൈകുന്നേരത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗം തീർച്ചയായും ആം ആദ്മി കേന്ദ്രങ്ങളെ കിടുകിടാവറപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിരൂക്ഷമായ വിമർശനങ്ങൾ എറിഞ്ഞുകൊണ്ടുള്ള ഡൽഹിയിൽ എങ്ങനെ BJP വഴിവെട്ടി അധികാരം പിടിച്ചുവെന്ന് കൃത്യമായി തുറന്നടിക്കുന്ന പ്രസംഗമാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു കാര്യം കൂടി, ചില അപ്ഡേറ്റ്സുകൾ കൂടി ഇതിൽ എടുത്തു പറയേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം, BJP ആകെയുള്ള OBC മണ്ഡലങ്ങളിൽ എപ്പോഴും രാഹുൽ പറയുന്നത് ജാതി തിരിച്ചുള്ള കണക്കുകളും ജാതി ചിന്ത കുത്തി നിറയ്ക്കാനുള്ള ചില നീക്കങ്ങളൊക്കെ രാഹുലിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് വലിയ വിമർശനമുണ്ട്. എന്തായാലും അതിന് മറുപടി ഡൽഹി ജനത നൽകിയിട്ടുണ്ട്. 7 OBC മണ്ഡലങ്ങളിൽ 6 ഇടത്തും BJP ആണ് ഇപ്പോൾ ശക്തമായി മുന്നോട്ടുള്ളത്. അതിൽ ഒരിടത്ത് പോലും കോൺഗ്രസ് ഇല്ല എന്നുള്ളത് അവിടെയുണ്ട്. എങ്കിൽ പോലും ഒരു സ്ഥലത്ത് മാത്രമേ ആം ആദ്മി പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത്, മുസ്തഫാബാദ് എന്ന മണ്ഡലത്തിൽ അവിടെ BJPയുടെ സ്ഥാനാർത്ഥി മോഹൻ സിംഗ് ബിഷ്ടിന്റെ ഭൂരിപക്ഷം തന്നെ ഇപ്പോൾ ഏതാണ്ട് 41,000 കടന്നിരിക്കുകയാണ്. അപ്പോൾ ആ മണ്ഡലം ഒന്ന് ശ്രദ്ധിക്കണം. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അവിടെ വലിയ കടന്നുകയറ്റം അവിടെ ആ മേഖലകളിൽ നടത്തിയിട്ടുണ്ട്. 6 സീറ്റുകളിൽ 4 സീറ്റുകളിൽ BJP വലിയ ലീഡ് ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ 4 സീറ്റും BJPയുടെ
കയ്യിലേക്ക് വരുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. വലിയ മുന്നേറ്റം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഉണ്ട് എന്നാണ് അല്പസമയം മുമ്പ് ഗൗതം നമ്മോടൊപ്പം സംസാരിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്നുള്ളത് കൃത്യമായി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു BJP. അത് ജനങ്ങൾ വിശ്വസിക്കുന്നു. ഡൽഹിയിലെ ജനങ്ങൾ അതിനനുസരിച്ച് നിലപാടെടുക്കുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ട് രാഷ്ട്രീയ നേതാക്കളെ ഒരിക്കൽ പോലും തുലനം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ആണെങ്കിൽ പോലും ആ നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുന്ന ആളാണ് കെജ്രിവാൾ എന്ന് PR വർക്കിലൂടെ കൊണ്ടുവന്ന ആ ഒരു ആഖ്യാനം, ആ ഒരു നറേറ്റീവ് ഇവിടെ തകർന്ന് തരിപ്പണമാവുകയാണ്. കെജ്രിവാളിന്റെ ക്രെഡിബിലിറ്റി താഴോട്ട് പോകുന്നു. ഇപ്പോഴിതാ സ്വന്തം മണ്ഡലത്തിൽ 30,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ വിജയിച്ച സ്വന്തം മണ്ഡലത്തിൽ ചക്രശ്വാസം വലിക്കുകയാണ് ദില്ലിയുടെ മുൻ മുഖ്യമന്ത്രി ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ. അതിനെന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നതിന്റെ ഉത്തരം അണ്ണാ ഹസാരെ പോലെയുള്ള ഒരു ശ്രേഷ്ഠനായ വ്യക്തി, കെജ്രിവാളിന്റെ രാഷ്ട്രീയ ഗുരു എന്ന് കെജ്രിവാൾ തന്നെ സമ്മതിക്കുന്ന ആ വ്യക്തി തന്നെ പറയുന്നു. ഇത് ക്യാരക്ടറിന്റെ പ്രശ്നമാണ്, ഇത് അഴിമതിയുടെ പ്രശ്നമാണ്, ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അതേസമയം നരേന്ദ്ര ദാമോദർ മോദി 2014 മുതൽ ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇപ്പോഴും ഒരു തരി പോലും ജനവിശ്വാസം, ഒരു തരി പോലും കുറയാതെ ശക്തമായി മുന്നോട്ട് കുതിക്കുന്നു. ഒപ്പം ഗൗതം ഒരു കാര്യം കൂടി ഗൗതത്തിന്റെ ഭാഗത്ത് നിന്ന് കേൾക്കണം. ഈ തെരഞ്ഞെടുപ്പ് പറയാതെ പറയുന്ന ചില സന്ദേശങ്ങൾ കൂടിയുണ്ട്. നരേന്ദ്രമോദിക്ക് ശേഷം ആരാകും എന്നതിന്റെ ഒരു ചെറിയ സൂചന, ഒരു മിനിയേച്ചർ ഫോം ഇവിടെ കിട്ടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ഈ ഡൽഹി തെരഞ്ഞെടുപ്പിലുടനീളം ഓടി നടന്നത് ഒരേ ഒരാളാണ്, യോഗി ആദിത്യനാഥ്. രണ്ടാമത് കൃത്യമായി തന്നെ ഗ്രാസ് റൂട്ട് ലെവലിൽ ഒരു രീതിയിലും ഒരു പുഞ്ചിരി പോലും പ്രതീക്ഷിക്കാതെ, ഒരു ക്രെഡിറ്റ് പോലും പ്രതീക്ഷിക്കാതെ കൃത്യമായി തന്നെ കർമ്മം ചെയ്യുന്ന ആയിരക്കണക്കിന് സ്വയം സേവകർ. ഗൗതം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ 50,000-ലധികം ചെറുതും വലുതുമായ കുടുംബ യോഗങ്ങളാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്നത്. അതൊരിക്കലും ഒരു പാർട്ടിക്ക് വേണ്ടിയല്ല, മറിച്ച് രാജ്യത്തിന് വേണ്ടിയുള്ള അത്തരം പ്രവർത്തനങ്ങൾ. ഇതൊക്കെ ഹരിയാനയിൽ എങ്ങനെയാണോ മഹാരാഷ്ട്രയിൽ എങ്ങനെയാണോ പ്രതിഫലിച്ചത്, അതേപോലെ തന്നെ രാജ്യ തലസ്ഥാനത്തും ഇന്ദ്രപ്രസ്ഥത്തിലും പ്രതികരിക്കുന്നു ഗൗതം. ശ്യാമ, അത് തന്നെയാണ്. 2025 എന്നത് വളരെ സുപ്രധാനമായ വർഷമാണ്. കാരണം ഭാരതത്തിനെ ഇന്ന് നിലനിർത്തുന്ന ഏറ്റവും വലിയ ദേശീയ പ്രസ്ഥാനമായിട്ടുള്ള RSSന്റെ ശതാബ്ദി വർഷം കടന്നു പോകുകയാണ്. ആ വർഷത്തിൽ സ്വാഭാവികമായും ദേശീയത മുന്നോട്ട് വയ്ക്കുന്ന സർക്കാർ രാജ്യതലസ്ഥാനത്ത് അധികാരത്തിലെത്തണം എന്നത് ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ സംഘടനകളുടെയും ആവശ്യമാണ്. അത് സ്വാഭാവികമാണ്. കാരണം അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടിയെ പറ്റി നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതെല്ലാം ആം ആദ്മി പാർട്ടി നടത്തിയിട്ടുള്ള അഴിമതികൾ, അല്ലെങ്കിൽ കെടുകാര്യസ്ഥത, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന പ്രഖ്യാപനങ്ങൾ. അതിലുപരിയായി കഴിഞ്ഞ കുറച്ച് നാളുകളായി ആം ആദ്മി പാർട്ടിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യണം. ഒന്ന്, ഖാലിസ്ഥാൻ സംഘടനകളുമായും ജിഹാദി സംഘടനകളുമായിട്ടുള്ള AAPയുടെ ബന്ധം സംബന്ധിച്ചാണ്. പഞ്ചാബിൽ ഉൾപ്പെടെ ആം ആദ്മി പാർട്ടി വിജയിക്കുന്നതിൽ ഖാലിസ്ഥാനികൾ വലിയ തോതിലുള്ള സ്വാധീനം ചെലുത്തിയിരുന്നു എന്നത്. ഒപ്പം നമ്മൾ എടുത്തു കാണേണ്ട മറ്റൊരു ശ്രദ്ധേയമായ ഘടകം ആം ആദ്മി പാർട്ടിയുടെ പതാകയിൽ വന്നിട്ടുള്ള മാറ്റമായിരുന്നു. അതൊരു പക്ഷേ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല കേരളത്തിലൊന്നും. അതായത് ആം ആദ്മി പാർട്ടിയുടെ പതാക, പാർട്ടി കൊടി, ആ കൊടി അരവിന്ദ് കെജ്രിവാളും കൂട്ടരും അടുത്ത കാലത്ത് മാറ്റി. 2013 ആം ആദ്മി പാർട്ടി രൂപപ്പെടുന്ന സമയത്ത് ആം ആദ്മി പാർട്ടിയുടെ കൊടി എന്നത് വെള്ളക്കൊടി. ആ വെള്ളക്കൊടിയിൽ അവരുടെ പാർട്ടി ചിഹ്നമായ ചൂലും അതോടൊപ്പം തന്നെ കറുത്ത അക്ഷരത്തിൽ ആം ആദ്മി എന്ന് എഴുതിയതുമായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ കൊടിയെങ്കിൽ അടുത്ത കാലത്ത് നമ്മൾ ശ്രദ്ധിക്കണം, ഖാലിസ്ഥാൻ പതാകയോട് സാമ്യമുള്ള രീതിയിലേക്ക് അവരുടെ കൊടി മാറി എന്നുള്ളതാണ്. ഖാലിസ്ഥാൻ പതാക എന്ന് പറയുമ്പോൾ മഞ്ഞയും കറുപ്പുമൊക്കെ ചേർന്നിട്ടുള്ള നിറമാണ്. ആ നിറത്തിലേക്ക് ഒരു പാർട്ടി അവരുടെ കൊടി മാറ്റുമ്പോൾ സാധാരണയായി നമുക്കറിയാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രൂപപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ അവർക്കൊരു കൊടി ഉണ്ടാകും. ആ കൊടി ഓരോ ദിവസവും ഓരോ കൊടിയല്ല, അങ്ങനെ കൊടി മാറുന്ന ശൈലി പൊതുവെ രാഷ്ട്രീയ പാർട്ടികൾക്കില്ല. പക്ഷേ അരവിന്ദ് കെജ്രിവാളും കൂട്ടരും ആരും അറിയാതെ ഒരു ഘട്ടത്തിൽ വെള്ള കൊടിയായിരുന്ന ആം ആദ്മി പാർട്ടിയുടെ കൊടി ഖാലിസ്ഥാൻ പതാകയോട് സാമ്യമുള്ള രീതിയിലേക്ക് മാറ്റിയിരുന്നു. അതായത് ഖാലിസ്ഥാന്റെ ഫണ്ടിങ് ഈ സംഘടനയ്ക്ക് വലിയ തോതിൽ ലഭിക്കുന്നു. പഞ്ചാബ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇവർ അധികാരത്തിലെത്തിയതിന്റെ അടിസ്ഥാനപരമായ കാരണം അതാണ് തുടങ്ങിയ IB റിപ്പോർട്ടുകളും മറ്റുമുണ്ട്. ഇവരുടെ കൊടി മാറ്റിയതിന് പിന്നിൽ പോലും വലിയ ദേശവിരുദ്ധ സ്വഭാവം ഈ രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ട് എന്നത് സംബന്ധിച്ചുള്ള ചില നിഗമനത്തിലേക്ക് കേന്ദ്ര ഏജൻസി